സോളാർ സമരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തുന്നു. വിഷയത്തിൽ പ്രതികരണവുമായി കെ പ്രേമചന്ദ്രനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്തെത്തി. സമരത്തിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടായിട്ടുണ്ടെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. അതേസമയം CPM ആണ് വിശദീകരിക്കേണ്ടതെന്ന് തിരുവഞ്ചൂരും പ്രതികരിച്ചു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വിവരങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, 2013 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ അവരെ പിടിച്ചുലച്ച ഏറെ വിവാദമായ സോളാർ ചർച്ച അല്ലെങ്കിൽ സോളാർ വിവാദം അത് വീണ്ടും ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇക്കാര്യത്തിൽ കെ പ്രേമചന്ദ്രനാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ചർച്ചകളോ ഗൂഢാലോചനകളോ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കെ പ്രേമചന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതേസമയം ചെറിയാൻ ഫിലിപ്പും സമാനമായ പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോളാർ സമരം ഒത്തുതീർപ്പ് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഒത്തുതീർക്കാൻ വേണ്ടി ചില ചർച്ചകൾ നടന്നു, ചില കൂടിക്കാഴ്ചകൾ നടന്നു എന്ന നിലപാടിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒപ്പം ചെറിയാൻ ഫിലിപ്പും നിൽക്കുന്നത്. ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലും കെ പ്രേമചന്ദ്രൻ നിഷേധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെറിയാൻ ഫിലിപ്പും സമരം തുടങ്ങുന്നതിന് തലേ ദിവസം, അതായത് സമരത്തിന്റെ തലേ ദിവസം ജോൺ ബ്രിട്ടാസുമായി കൂടിയാലോചിച്ച് ചെറിയാൻ ഫിലിപ്പും ഒപ്പം തിരുവഞ്ചൂരിനെ കണ്ടു എന്നൊരു കാര്യം കൂടി അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ട്. ഇതിൽ ഏറെ ചർച്ചയായ വിഷയം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാകുന്നതോടുകൂടി ഇടത് വലത് മുന്നണികൾ പ്രതിരോധത്തിലാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.